എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഗനൈസിംഗ് എന്നുള്ള പാഠമാണ്. സംഘാടനം എന്നുള്ള പാഠമാണ്. എന്താണ് സംഘാടനം? മനുഷ്യനെയും വിഭവങ്ങളെയും യന്ത്രങ്ങളെയും ധനത്തെയും ഒക്കെ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം സാധിച്ചെടുക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ കൂട്ടിച്ചേർക്കുക, സംഘടിപ്പിക്കുക. അതുമുഖാന്തരം ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, 2 ഓർഗനൈസേഷൻ ചാർട്ട് എന്താണ്, 3 എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുവാനുള്ളത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് നോക്കിയേ. Organization structure is the outcome of the organizing process. ഓർഗനൈസിംഗ് എന്ന് പറയുന്ന പ്രക്രിയ നടത്തുന്നതിൻ്റെ ഫലമായി, അതിൻ്റെ ഔട്ട്കമായി, അവസാന റിസൾട്ടായിട്ട് ഉണ്ടാകുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെയും യന്ത്രങ്ങളെയും ഒക്കെ ക്രമീകരിച്ച് കഴിയുമ്പോൾ കൃത്യമായ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ആ സ്ട്രക്ചറിനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. An organization structure is the pattern of authority-responsibility relation among various levels of management and other personnel of the enterprises. ഒരു സ്ഥാപനത്തിനകത്തെ വ്യക്തികൾ തമ്മിലും ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, അത് നിങ്ങൾ പഠിച്ചതാണ്. ഓരോ തലത്തിലുള്ള മാനേജ്മെൻറ്റ് തമ്മിലുമുള്ള ബന്ധത്തെ ക്ലിയറായിട്ട് ഒരു പാറ്റേണായി കാണിക്കുക. അങ്ങനെ പാറ്റേണായി കാണുന്നതിനാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇന്ന ആൾ ടോപ്പ് ലെവൽ, ഇന്ന ആൾ മിഡിൽ ലെവൽ, ഇന്ന ആൾ ലോ ലെവൽ, അവരുടെ കീഴിൽ ഇന്ന ആളുകൾ, ഇത്ര വ്യക്തികൾ, അവരുടെ ഈ ഒരു വ്യക്തിയും ഇന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്, അവർ തമ്മിലുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ്, അതോറിറ്റി എന്താണ്, ഇതെല്ലാം വളരെ കൃത്യമായ ഒരു പാറ്റേൺ ആക്കി അവിടെ കാണിക്കുന്നതിനാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കും. ഒരു ചെറിയ സംശയത്തിന് പോലും ഇട നൽകാത്ത രീതിയിൽ കൃത്യമായി ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്നതായിരിക്കും. അവിടെ നിന്ന് മാറി ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. അതാണ് മൂന്നാമത്തെ വരി പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് മാനേജർ ആൻഡ് അതർ എംപ്ലോയീസ് പെർഫോം ദെയർ വേരിയസ് ഫങ്ഷൻ. ഇതിനെ അനുസരിച്ച് അവർക്ക് പ്രവർത്തിച്ചാൽ മതിയാവും. ആരാരുടെ കീഴിലാണ്, ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ വരുന്നു, എപ്പോഴെല്ലാം ഇതിൻ്റെ കണക്ക് കൊടുക്കണം. വളരെ കൃത്യമായ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഫോം ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ഓർഗനൈസിങ് പ്രോസസ്സ് വഴി ഉണ്ടാകുന്നതാണ്. കൃത്യമായ ഓർഗനൈസിങ് നടത്തുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ കറക്റ്റ് ആകുന്നത്. ഇനിയും ഓർഗനൈസേഷൻ ചാർട്ട് എന്താണെന്ന് നോക്കിയേ. നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തു. ആ സ്ട്രക്ചറിൻ്റെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ചാർട്ട് ഈസ് ദ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ചാർട്ട് രൂപത്തിൽ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തും. അതിന് പറയുന്ന പേരാണ് ഓർഗനൈസേഷൻ ചാർട്ട്. നേരത്തെ നമ്മൾ എന്തെല്ലാം പഠിച്ചോ അത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് അതോറിറ്റീസ്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പേഴ്സൺസ്, ബിറ്റ്വീൻ പേഴ്സൺസ് ഒക്കെ ഇതിനകത്ത് വരും. പല വ്യക്തികൾ തമ്മിൽ, പല ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് തമ്മിൽ ഒക്കെയുള്ള ബന്ധങ്ങളെ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇറ്റ് ഓൾസോ ഷോസ് ദ സിസ്റ്റമാറ്റിക്കൽ ചാനൽ ഫോർ കമ്മ്യൂണിക്കേഷൻ. അപ്പം നമുക്ക് ക്ലിയറായി, മുകളിലത്തേലും താഴോട്ട്, താഴെന്ന് അതിന് താഴോട്ട് എന്ന് പറയുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്തത്തക്ക രീതിയിലുള്ള ചാനൽസിനെ കറക്റ്റായിട്ട് കാണിക്കാനായിട്ട് സാധിക്കും. ഇനിയാണ് പ്രധാനമായിട്ട് നമ്മളുള്ള മൂന്നാമത്തേത് എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു ഘടകം, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടായി വരാൻ എന്തെല്ലാം ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കാം, എന്തെല്ലാം ഘടകങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, എന്തെല്ലാം ഘടകങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു കൃത്യമായ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അതിലൊന്നാണ് ജോബ് ഡിസൈൻ. ജോബ് ഡിസൈൻ ശ്രദ്ധിച്ചു നോക്കി. ജോബ് ഡിസൈൻ കൃത്യമായ ഒരു രൂപരേഖ ഒരു ജോലിക്ക് ഉണ്ടാകും. എന്താണ് ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ? ദ വേരിയസ് ടാസ്ക് ടു ബി അക്കംപ്ലിഷ് അണ്ടർ ഈച്ച് ജോബ് ആൻഡ് ക്വാളിറ്റീസ്, skills and qualification required to undertake the job is specified in the job design. ഒരു ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൃത്യമായി എന്തെല്ലാം അറിവുകൾ വേണം, എന്തെല്ലാം കഴിവുകൾ വേണം,
എന്തെല്ലാം സ്വഭാവ സവിശേഷതകൾ വേണമെന്നും എന്തൊക്കെയാണ് അറ്റൈൻ ചെയ്യേണ്ടതെന്നും ഒക്കെ ഈ ജോബ് ഡിസൈനകത്ത് വളരെ വ്യക്തമാക്കും. അങ്ങനെ വ്യക്തമാക്കിയ ജോബിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. അവിടെ പിന്നീട് സംശയത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. വെൽ ക്ലിയർ ആയിരിക്കും ജോബ് ഡിസൈൻ. പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ഈ ജോബ് ഡിസൈൻ ക്ലിയർ ചെയ്യാത്തതുകൊണ്ടാണ് ജോലിക്കാരെ പ്രവേശിപ്പിച്ച് കഴിഞ്ഞ് ചിലരെ ഡിസ്മിസ് ചെയ്യലും വേറെ ജോലിക്കാരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജോലി ചെയ്യിക്കേണ്ടിയൊക്കെ വരുന്നത് ഈ ജോബ് ഡിസൈൻ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ എലമെന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഡിപ്പാർട്ട്മെന്റേഷൻ. ഇത് നമ്മൾ സ്റ്റെപ്സിനകത്ത് പഠിച്ചതാണ്. എന്താണ്? വൺസ് ദ ജോബ്സ് ആർ ഡിഫൈൻഡ്, സിമിലർ ജോബ്സ് ആർ ഗ്രൂപ്ഡ് ടുഗദർ ടു ഫോം എ ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് ഈസ് കോൾഡ് ഡിപ്പാർട്ട്മെന്റേഷൻ. ഒരേ സ്വഭാവത്തിലുള്ള ഒരേ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ജോലികളെ ഒരുമിച്ചാക്കി അതിനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കാം. അപ്പോൾ എത്ര ഡിപ്പാർട്ട്മെന്റ് വേണം ഒരു മാനേജറുടെ കീഴിൽ എന്നൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയും. അപ്പം എന്തൊക്കെ ജോലികളുണ്ട്, ആ ജോലികളിൽ സമാന സ്വഭാവങ്ങളുള്ളതിനെല്ലാം ഒരു ഡിപ്പാർട്ട്മെന്റ് കീഴിലാക്കുക. അവിടെ ഒരു പ്രത്യേക ഘടകം രൂപീകരിക്കപ്പെടുകയാണ്. മൂന്നാമത്തേതാണ്, ശ്രദ്ധിച്ചു നോക്കിയേ, സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയും. സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയും. സ്പാൻ ഓഫ് കൺട്രോൾ ഈസ് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് എ സൂപ്പർവൈസർ ക്യാൻ എഫക്റ്റീവ്ലി മാനേജ്. സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജർക്ക് എത്ര സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരും ഒരുപോലെ കൃത്യം 40 സബോർഡിനേറ്റ്സ്, 50 സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ 25 സബോർഡിനേറ്റ്സ് അങ്ങനെയല്ല. ഓരോ വ്യക്തികളുടെയും ഓരോ മാനേജറുടെയും കഴിവിനനുസരിച്ച് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ വലിപ്പം അനുസരിച്ച് എത്ര പേരെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഒരാൾക്ക്, ഒരു സൂപ്പർവൈസറിന് എത്ര സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അങ്ങനത്തെ പല ഗ്രൂപ്പുകൾ ഫോം ചെയ്താണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് എലമെന്റ്സ് എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു മാനേജർക്ക് ഇത്ര പേര്, അടുത്ത മാനേജർക്ക് ഇത്ര പേര്, അടുത്ത മാനേജർക്ക് ഇത്ര പേര് എന്ന് പറയുന്ന ഓരോ ഗ്രൂപ്പ് ഫോം ചെയ്ത് അവരെ കൺട്രോൾ ചെയ്യുന്നത് എലമെന്റ്സ് ആയിട്ട് മാറുകയാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറായിട്ട് അങ്ങനെ വരുന്ന ഗ്രൂപ്പുകളെ ഫോം ചെയ്തെടുക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് നാലാമതായിട്ട് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡിങ് അതോറിറ്റി ടു സബോർഡിനേറ്റ്സ് ടു ഓപ്പറേറ്റ് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. അധികാരം പങ്കുവച്ചു കൊടുക്കുകയാണ്. അധികാരം തൻ്റെ കീഴ് ജീവനക്കാരന് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ടു പെർഫോം ദ പെർട്ടിക്കുലർ ജോബ്. ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വിത്തിൻ ദ പ്രിസ്ക്രൈബ് ലിമിറ്റ്. ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ഒരു കാര്യങ്ങളെ ചെയ്തു തീർക്കാൻ വേണ്ടി അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ആളിലേക്ക് കൈമാറി കൊടുക്കുകയാണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം കീഴ് ജീവനക്കാരനിലേക്ക് കൈമാറ്റി കൊടുക്കുകയാണ്. എന്തിന്? അയാളിൽ കൂടി ആ ജോലി ചെയ്ത് എടുക്കാൻ വേണ്ടി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഈസ് ദ എസെൻസ് ഓഫ് സൗണ്ട് ഓർഗനൈസേഷൻ. ഇത് നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമായൊരു വരിയാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഈസ് ദ എസെൻസ് ഓഫ് സൗണ്ട് ഓർഗനൈസേഷൻ. കൃത്യമായ ഉത്തരവാദിത്വമുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കി: 1 ജോബ് ഡിസൈൻ, 2 ഡിപ്പാർട്ട്മെന്റേഷൻ, 3 സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ്, 4 ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഇത് വളരെ ചെറിയ ഒരു ടോപ്പിക് ആണെങ്കിലും 3 കാര്യങ്ങൾ: ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, 2 എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, 3 ഓർഗനൈസേഷൻ ചാർട്ട്. ഇത് 3ഉം ചെറിയ മാർഗ ചോദ്യത്തിന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. കൂട്ടുകാർക്ക് പഠിക്കാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.